അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സത്യവും സത്യസന്ധവും ആയി വഹ്യ് ഇറക്കപ്പെട്ട ആൾ. മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ, അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇടുന്നതാകുന്നു 40 ദിവസം കൊണ്ട്. എന്നിട്ട് അവൻ ഒരു രക്തക്കട്ടയായി മാറും അത്രയും നാളത്തേക്ക് വേണ്ടി, അതായത് വീണ്ടും 40 ദിവസം. എന്നിട്ട് അവൻ ഒരു ഇറച്ചി കഷ്ണമായി മാറും തത്തുല്യമായ ഒരു സമയത്തേക്ക്. എന്നിട്ട് അള്ളാഹു അവൻ്റെ മലക്കിനെ അയക്കും. അദ്ദേഹത്തിനോട് 4 കാര്യങ്ങൾ എഴുതാൻ ഉത്തരവിടും. അദ്ദേഹത്തിനോട് ഉത്തരവിടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ ജീവിയുടെ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പ്രവർത്തികൾ, അവൻ്റെ ജീവിതമാർഗം, അവൻ്റെ മരണ ദിവസം, അവൻ അനുഗ്രഹീതനായിരിക്കുമോ അതല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടവനായിരിക്കുമോ പരലോകത്തിൽ, ഇങ്ങനെയുള്ളതൊക്കെയാണ് എഴുതി വയ്ക്കുന്നത്. എന്നിട്ട് അവനിലേക്ക് ആത്മാവിനെ ഊതും. അങ്ങനെ ഒരു മനുഷ്യൻ, നിങ്ങളിൽ നിന്നുള്ള ഒരു ആൾ നല്ല പ്രവർത്തികൾ ചെയ്ത് അവനും സ്വർഗവും തമ്മിൽ 1 മുഴം ദൂരം മാത്രമേ ഉള്ളൂ, അതായത് സ്വർഗത്തിൻ്റെ തൊട്ടടുത്ത് എത്താവുന്ന അത്രയും സൽപ്രവർത്തികൾ ചെയ്തു. പക്ഷേ അത് കഴിയുമ്പോൾ അവന് വേണ്ടി എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രവൃത്തിയിലേക്ക് വരും. അതായത് അവൻ്റെ പെരുമാറ്റത്തിൽ അത് കാണാൻ തുടങ്ങും. അവൻ തിന്മ ചെയ്യും അല്ലെങ്കിൽ പൈശാചികതയിലേക്ക് മടങ്ങിപ്പോവും. അതാകുന്നു നരകവാസികളായ ആളുകളുടെ സ്വഭാവം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ തിന്മ ചെയ്യും. അങ്ങനെ അവൻ നരകത്തീയിലേക്ക് 1 മുഴം അടുത്തവനായി മാറും, അതായത് തൊട്ടടുത്ത് എത്തി നരകത്തിലേക്ക് വീഴാം. അതിനുശേഷം അവന് വേണ്ടി എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അത് അവൻ്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുകയും എന്നിട്ട് അവൻ അങ്ങനെ നന്മ പ്രവർത്തിക്കുകയും അത് അവൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ പ്രവൃത്തി രീതിയും ആയി മാറുമ്പോൾ അങ്ങനെ അവൻ സ്വർഗവാസികളായ ആളുകളുടെ സ്വഭാവ രീതികളിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ നന്നായി വരും. 1332 ഹദീസിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഖാല അബ്ദുല്ലാഹി ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖു المصدوق قال إن أحدكم يجمع خلقه في بطن أمه 40 يوما ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يبعث الله ملكا يؤمره ب4 كلمات ويقال له اكتب عمله ورزقه وأجله وشقي أو سعيد ثم ينفخ فيه الروح فإن الرجل منكم لا يعلم حتى ما يكون بينه وبين الجنة إلا ذراع فيسبق عليه كتابه يعمل بعمل أهل النار ويعمل حتى ما يكون بينه وبين النار إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل الجنة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും, അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, അല്ലയോ ജിബ്രീൽ അവനെ നീയും ഇഷ്ടപ്പെടുക. ജിബ്രീൽ അവനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ എല്ലാവരോടും വിളിച്ച് പറയും, ആകാശവാസികളായ എല്ലാ ജീവികളോടും. മലക്കുകളെ നമുക്കറിയാം, ബാക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആകാശത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വിളിച്ചിട്ട് പറയും, അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. അങ്ങനെ സ്വർഗ്ഗലോകത്തിലുള്ള സകല ജീവജാലങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാം അവനെ ഇഷ്ടപ്പെടും. എന്നിട്ട് അവന് ഭൂമിയിലുള്ള സന്തോഷങ്ങൾ അനുവദിച്ച് കൊടുക്കും. ഇത് 9-ാമത്തെ വാല്യം 7585 ഹദീസിൽ ആവർത്തിക്കുന്നു. عن أبي هريرة عن النبي صلى الله عليه وسلم قال إذا أحب الله العبد نادى جبريل إن الله يحب فلان فأحببه فيحبه جبريل فينادي جبريل في أهل السماء إن الله يحب فلانا فأحبوه فيحبه أهل السماء ثم يوضع له القبول في الأرض. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മലക്കുകൾ കാർമേഘത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആകാശങ്ങളിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും അല്ലെങ്കിൽ സംസാരിക്കും. പിശാചുകൾ അത് കേട്ട് ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് ആ സത്യവചനങ്ങളെയാണ് കേൾക്കുന്നത്. കാരണം മലക്കുകൾ പറയുന്നത് മുഴുവൻ സത്യമായിരിക്കും.
അത് കൊണ്ടുപോയി ഭാവി പ്രവചിക്കുന്ന ആളുകളുടെ ചെവിയിൽ ഇട്ടുകൊടുക്കും. ആ ഒരു സത്യത്തോടൊപ്പം അവൻ അല്ലെങ്കിൽ ആ ഭാവി പ്രവചിക്കുന്ന ആള് 100 നുണകൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് ആളുകളോട് അത് പറയും. 5762 ഹദീസിൽ ആവർത്തിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ മലായികത തൻസീലു ഫിൽ അനാനി വഹുവ സഹാബു فتذكر الأمر قضي في السماء فتسترق الشياطين السمع فتسمعه فتوحيه إلى الكهان فيكذبوه معها 100 كذبة من عند أنفسهم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എല്ലാ വെള്ളിയാഴ്ചകളിലും മലക്കുകൾ എല്ലാ പള്ളികളുടെയും വാതിൽക്കൽ അല്ലെങ്കിൽ ഗേറ്റിൽ അല്ലെങ്കിൽ പടിവാതിൽക്കൽ വന്ന് നിൽക്കും. എന്നിട്ട് വരുന്ന ആളുകളുടെ പേര് അതേ ക്രമത്തിൽ എഴുതി വയ്ക്കും. ആദ്യം വരുന്ന ആളുടെ പേര് ആദ്യം, രണ്ടാമത്തവൻ്റെ പേര് രണ്ടാമത്, അങ്ങനെ അവസാനം വരുന്ന ആൾ വരെ. അതിനകത്ത് വരുന്ന സമയത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വരുന്നവരുടെ പേരുകൾ മാത്രമാണ് അത് എഴുതാറുള്ളൂ. അങ്ങനെ ഇമാമ് മിമ്പറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ എഴുതുന്ന ചുരുളുകൾ അല്ലെങ്കിൽ കിതാബുകൾ മടക്കി കൂട്ടി വച്ചിട്ട് അവർ ഇമാമിനെ ശ്രദ്ധിക്കാൻ പോകും. അദ്ദിക്ർ, അതായത് ഖുത്ബ അല്ലെങ്കിൽ മതപ്രസംഗം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ജുമുഅത്തി കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തു യക്തുബൂനൽ അവ്വല ഫൽ അവ്വല ഫഇദാ ജലസൽ ഇമാമു തവാവു സുഹുഫ വജാഉ യസ്തമിഊന ദിക്ർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നവരുടെ പേരിൽ ജുമുഅ എഴുതി വയ്ക്കുന്നതല്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന ഹദീസുകളാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് വിശദീകരിക്കുന്നു, ഉമർ പള്ളിയിലേക്ക് വന്നു. ഹസൻ അപ്പോൾ ഒരു പാട്ട് പാടുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലുകയായിരുന്നു. ഉമർ അതിനെ എതിർത്തു, അല്ലെങ്കിൽ അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഹസൻ പറഞ്ഞു, ഞാൻ ഇതേ കവിത ഇതേ പള്ളിയിൽ നിന്നേക്കാളും നല്ല ഒരാളുടെ മുമ്പിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അബൂ ഹുറൈറയുടെ നേരെ തിരിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രതികരിക്കൂ, അല്ലെങ്കിൽ ഉത്തരം കൊടുക്കൂന്ന്. അതായത്, അള്ളാഹുവേ, അവന് റൂഹുൽ ഖുദുസിനെ കൊണ്ട് നീ സഹായം ചെയ്യണമേ, അല്ലെങ്കിൽ ശക്തി പകർന്നു കൊടുക്കണമേ. അവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹസനെയാണ്, റൂഹുൽ ഖുദുസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജിബ്രീലിനെയാണ്. അപ്പോൾ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്ത് ഈ പാട്ട് കേട്ടപ്പോൾ, അല്ലെങ്കിൽ കവിത കേട്ടപ്പോൾ, അള്ളാഹുവേ, അവന് നീ ജിബ്രീലിനെ കൊണ്ട് സഹായം എത്തിച്ചു കൊടുക്കണമെങ്കിൽ സഹായം കൊടുക്കണേ എന്നുള്ള രീതിയിൽ. അബൂ ഹുറൈറ അപ്പോൾ പറഞ്ഞു, ഉവ്വ. عن سعيد بن المسيب قال مر عمر في المسجد وحسان ينشد فقال كنت أنشد فيه وفي من هو خير منك ثم التفت إلى أبي هريرة فقال أنشدك بالله ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അജിബനി അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ് ഖാല നഅം. അപ്പോൾ ഏത് കവിതയാണോ ചൊല്ലിക്കൊണ്ടിരുന്നത് ആ കവിത കുഴപ്പമില്ല, അതല്ലെങ്കിൽ അതിന് സമാനമായ കവിതകൾ കുഴപ്പമില്ല. അൽ ബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനോട് പറഞ്ഞു, ലംബൂൺ എന്നാണ് പറയുന്നത്, അതായത് കളിയാക്കുക, നാണം കെടുത്തുക, പരസ്യമായിട്ട് നീ എന്തു ആയിലിരുന്ന് വിളിച്ചു പറഞ്ഞോ മുശ്രിക്കുകളെ, ജിബ്രീൽ നിന്നോടൊപ്പമുണ്ട്. അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹസ്സാന യഹ്ജിഹും ഔ ഹാജിഹിം വജിബ്രീലു മഅക. ഹുമൈദ് ബിൻ ഹിലാൽ വിശദീകരിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഞാൻ ഒരു കാർമേഘം പോലെ ഉള്ള പൊടി കണ്ടു. അതായത് പൊടിക്കാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയപ്പെടുത്ത രീതിയിൽ പൊടി ഇങ്ങനെ പറന്ന് നടക്കുന്നു. അത് ബനി ഗനമിൻ്റെ ഏരിയയിലേക്ക്, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ആ പൊടിക്കാറ്റ് അല്ലെങ്കിൽ പൊടി പറന്ന് പോയത്. മൂസ കൂട്ടിച്ചേർക്കുന്നു, അത് ജിബ്രീലിൻ്റെയോ അല്ലെങ്കിൽ ജിബ്രീൽ കയറിയിരുന്ന മൃഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ജിബ്രീലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് മലക്കുകളുടെയോ അല്ലെങ്കിൽ അവരുടെ മൃഗങ്ങളുടെയോ കാലിൽ നിന്നുള്ള പൊടി പറക്കുന്നതായിരിക്കും. ആ കുതിരയൊക്കെ ഓടിച്ചു പോകുമ്പോൾ മണ്ണ് റോട്ടിൽ പൊടി പറക്കുന്നത് പോലെ എന്തോ ഒന്ന്. സമയത്ത് ഹുമൈദ ഇബ്നു ഹിലാലിൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല അന്നി ഉൻദുറു ഇലാ ഗുബാരിൻ സാത്വഇ ഫീ സിക്കത്തി ബനി ഗൻമിൻ സാദ മൂസ മൗക്കിബ ജിബ്രീൽ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അൽ ഹാരിസ് ഇബ്നു ഹിഷാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എങ്ങനെയാണ് ദൈവിക വെളിപാട് അല്ലെങ്കിൽ വഹ്യ് താങ്കളിലേക്ക് വരുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇനി പറയുന്ന ഈ വഴികളിലൂടെയൊക്കെയാണ്
ചിലപ്പോൾ മലക്ക് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മണിയടിക്കുന്ന പോലത്തെ ശബ്ദമായിരിക്കും. അപ്പോൾ മലക്ക് മണിയടിക്കുന്ന ശബ്ദവുമായി വന്നിട്ട് എനിക്ക് വഹി തരും. ആ വഹി കിട്ടിക്കഴിഞ്ഞ് ആ അവസ്ഥ മാറിക്കഴിയുമ്പോൾ ഞാൻ ആ മലക്ക് എന്താണ് പറഞ്ഞത് എന്ന് ഓർത്തെടുക്കും, അതല്ലെങ്കിൽ അത് മനസ്സിൽ പിടിച്ചു വയ്ക്കും. ഇത്തരത്തിലുള്ള വഹി ആണ് എനിക്ക് ഏറ്റവും കട്ടിയായത്. അപ്പോൾ വഹി വരുമ്പോൾ റസൂലിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. വേർക്കുമായിരുന്നു, പിന്നെ ശരീരത്തിൻ്റെ ഭാരം കൂടുമായിരുന്നു. അതൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കട്ടിയായ വഹിയാണ് ഈ മണിയടിക്കുന്ന ശബ്ദത്തിലുള്ള മലക്കിൻ്റെ വെളിപാട്. ചിലപ്പോൾ മലക്ക് ഒരു മനുഷ്യരൂപത്തിൽ എൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് എന്നോട് സംസാരിക്കും. അത് ഞാൻ മനസ്സിലാക്കുകയും അത് മനഃപ്പാടമാക്കുകയും ചെയ്യും, അവൻ എന്താണോ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ ഹദീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അന്നൽ ഹാരിസ് ഇബ്നു ഹിശാം സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ യഅതീകൽ വഹ്യു ഖാല കുല്ലു ദാലിക യഅതീനി അൽ മലകു അഹ്യാനൻ ഫീ മിസ്ലി സ്വൽസ്വലതി അൽ ജറസ ഫയഫ്സിമു അന്നി വഖദ് വഅയ്തു മാ ഖാല വഹുവ അശദ്ദു അലയ്യ വയതമസ്സലു ലിൽ മലകു അഹ്യാനൻ റജുലൻ ഫയുകല്ലിമുനി ഫഅഇ മാ യഖൂലു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ചെലവഴിച്ചാൽ സ്വർഗത്തിൻ്റെ ഗേറ്റിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവരെ വിളിക്കും, അല്ലയോ ഇന്ന ആളെ ഇങ്ങോട്ട് വരൂ. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, അങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്തുമാത്രം ഭാഗ്യവാനായിരിക്കും. അതായത് അവനൊരിക്കലും നശിച്ചു പോവുകയില്ല, അവനൊരിക്കലും കഷ്ടപ്പാട് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് തോന്നുന്നു നീ അതിൽ ഒരാളായിരിക്കും എന്ന്. عن أبي هريرة رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول من أنفق زوجين في سبيل الله دعته خزنة الجنة أي فلو هلما فقال أبو بكر ذاك الذي لا توى عليه فقال النبي صلى الله عليه وسلم أرجو أن تكون منهم. അബൂ സലമ വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതായിട്ട്. അല്ലയോ ആയിഷ, ഇത് ജിബ്രീലാണ്, ജിബ്രീൽ നിനക്ക് സലാം പറയുന്നു. അപ്പോൾ ആയിഷ പറഞ്ഞു, അദ്ദേഹത്തിനും എൻ്റെ സലാം പറയുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കരുണയും അവൻ്റെ മേലുണ്ടാവട്ടെ. എന്നിട്ട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ പലതും കാണുന്നു, ഞാൻ കാണാത്തത്. അൻ അബീ സലമത ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബിയ ഖാല ലഹ യാ ആയിഷതു ഹാദാ ജിബ്രീലു ഇഖ്റ അലൈഹിസ്സലാം ഫഖാലത് അലൈഹിസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു തറാ മാ ലാ അറാ തുരീദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഞങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് എപ്പോഴെപ്പോഴും വരാത്തത്? അപ്പോൾ ഈ വിശുദ്ധ വചനം അവതരിച്ചു, അല്ലെങ്കിൽ വഹ്യ് വന്നു. അതായത് ഞങ്ങൾ മലക്കുകൾ താഴേക്ക് ഇറങ്ങാറില്ല, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരാറില്ല, രക്ഷിതാവായ അല്ലെങ്കിൽ റബ്ബിൻ്റെ ഉത്തരവ് കൂടാതെ, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അവൻ്റേതാവുന്നു, അതായത് അള്ളാഹുവിൻ്റേതാവുന്നു, ഞങ്ങൾക്ക് മുമ്പിലുള്ളതും ഞങ്ങൾക്ക് പിന്നിലുള്ളതും. 19 സൂറത്ത് 64 ആയത്ത്. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم للجبريل ألا تزورنا أكثر مما تزورنا قال فنزلت وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا. മറിയം 64. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ജിബ്രീൽ എനിക്ക് ഖുർആൻ ഓതിത്തന്നു ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു രീതിയിൽ, ഒരു പ്രത്യേക സംസാര രീതി അല്ലെങ്കിൽ ഭാഷാ രീതി എന്ന് പറയുന്നത് പോലെ. ഞാൻ ജിബ്രീലിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, വേറെ രീതിയിൽ എന്നെ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ വേറെ രീതിയിലും എനിക്ക് ഓതിത്തരൂ. അങ്ങനെ പറഞ്ഞ് അവസാനം എനിക്ക് 7 വിവിധ രീതിയിലുള്ള ഖിറാഅത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ 7 രീതിയിൽ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെയും അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ മലിക് യൗമിദ്ദീൻ, ഒന്ന് മാലിക് ഉടമസ്ഥൻ, വിധി ദിവസത്തിൻ്റെ ഉടമസ്ഥൻ, മലിക് എന്ന് പറഞ്ഞാൽ വിധി ദിവസത്തിൻ്റെ രാജാവ്. അത് രണ്ടും ശരിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ പല രീതിയിലും ഓതാവുന്നതാണ്. അതിനെയാണ് 7 രീതിയിലുള്ള
ഖുർആനോത്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിക്കാം. അനബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖറഅനി ജിബ്രീലു അലാ ഹർഫിൻ ഫലം അസൽ അസ്തസീദു ഹത്താ അൻതഹ അലാ സബഅതി അഹ്റുഫ്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു ഖുർആൻ വളരെ എളുപ്പമുള്ളതും ഓതാൻ ഭയങ്കര എളുപ്പമുള്ളതും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും ആവണം എന്ന്. അതായത് പല അറബി ഗോത്രങ്ങളുടെ ഇടയിൽ പലർക്കും പലരുടേതായ സംസാര രീതികളും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതാണ് ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.